ചെയ്യുമ്പോണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ചെറിയ പ്രായത്തിലെ കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ +2 പഠിക്കുന്ന സമയത്താണ് അറക്സലിംഗ് ഇൻഡസ്ട്രി കടന്നു വരുന്നത്. എന്നാൽ ഇന്ന് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സാധാരണക്കാരുടെ ഏക മാർഗം അക്കരെ പോവുക എന്നതാണ്, ഗൾഫ് പോവുക എന്നതാണ്. ഞാൻ എന്റെ അമ്മയോടും വൈഫിനോടും ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ഗൾഫിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ, കല്യാണം കുട്ടിച്ച് തൽക്കാലം നിങ്ങൾ പോക്കോ. ആ 5 കൊല്ലമാണ് ഞാൻ ഒരു തൈ വെച്ചാൽ അതിന് ഫലം കിട്ടാൻ സമയമുണ്ട്. വാഴയുടെ സമയമല്ല തെങ്ങിന്, രണ്ടും കൊലയെന്ന് വിചാരിച്ചു, രണ്ട് സമയം. അപ്പൊ വാഴയ്ക്കൊരു സമയം, തെങ്ങ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗിൽ അച്ചീവർ ആവണമെങ്കിൽ ഒരു സമയമുണ്ട്. ആ സമയം വരെ വെള്ളവും വെള്ളവും ഒക്കെ വൃത്തിയും കൊടുക്കണം. അപ്പോ അത് കൃത്യമായിട്ട് ലീഡേഴ്സ്, വിജയിച്ച ആൾക്കാർ എന്താണോ പറഞ്ഞത് അത് കൃത്യമായിട്ട് അനുസരിച്ച് അവരോടൊപ്പം കൂടെ നിന്നപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി. ആഴ്ച 26-ാമത്തെ വയസ്സിലാണ് ഞാൻ ഒറ്റ ഒരു വീട്ടിൽ ചെറിയ ഷെഡ് പറഞ്ഞത്. കാരണം അത് പറയുമ്പോ പലരും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് കാണാൻ പറ്റിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതിപ്പോ തന്നെ യൂട്യൂബ് പോകും. ആരും മതി, ഇത് വെറുതെ കാണാൻ പറ്റുന്നില്ല. സാധാരണ അമ്മ വീട്ടുപണിക്ക് പോകുന്ന സാധാരണ അമ്മയുടെ മോനാണ് ഞാൻ. അപ്പൊ 26-ാമത്തെ വയസ്സിൽ പോലും അമ്മ വീട്ടുപണിക്ക് പോകുന്ന അമ്മയുടെ കൈ നീട്ടിയ അനുഭവം എനിക്കുണ്ട്. ആ അനുഭവത്തിനാണ് മൈലേജിൽ വന്ന് രക്ഷപ്പെടാൻ വിചാരിച്ച് ഒരു ഭ്രാന്ത് ഉണ്ടാവില്ല രക്ഷപ്പെടാൻ ആൾക്കാർക്ക്. എല്ലാവർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും ഫയർ തീ ഉണ്ട്. പക്ഷെ രക്ഷപ്പെടണമെന്നൊരു ആണിക്കത്ത് മുട്ടുകത്ത് തീയുണ്ട്. ആ തീ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. സ്വപ്നങ്ങളുള്ള ആൾക്കാർ അല്ലെ, ഒരു വാശി ജീവിതത്തിലുള്ള എന്നെ കളിയാക്കിയ എന്നെ കുറ്റപ്പെടുത്തിയ ആളുടെ മുമ്പിൽ ഒന്ന് വിജയിച്ച് കാണിക്കണം. അത് ഏത് മേഖലയും കുഴപ്പമില്ല. അങ്ങനെ വെറും വാശിവാക്ക് പറ്റിയ മേഖലയാണ് കച്ചവടം. അവർക്ക് പറ്റിയതാണ് വിജയം. അല്ലാതെ നിങ്ങൾ ജീവിതകാലങ്ങൾ ജീവിച്ച് തീർക്കുക എന്നല്ലാതെ ഒരു സക്സസിലേക്ക് ഒരു മേഖല എത്താൻ പോകുന്നില്ല. ഫയർ ഉണ്ടോ, അത് ഏത് മേഖലയിലാണ് വിജയിക്കുമെന്ന് നമ്മളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. 26-ാമത്തെ വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത 29-ാമത്തെ വയസ്സിൽ ആഴ്ചയിൽ 2,10,000 ഞാൻ വാങ്ങിച്ചു. ഒരാഴ്ചയിൽ 2,10,000 പറഞ്ഞാൽ നമുക്ക് 30,000 രൂപയാണ്. അത് എന്റെ മിടുക്കാരെ തീരുമാനം. ആദ്യം ചെറിയ കാര്യം ചെയ്തിട്ടുള്ളൂ, നല്ലൊരു ആറ്റിറ്റ്യൂഡ് മാറ്റണം, നല്ലൊരു പെരുമാറണം. എനിക്കത് തീരെയില്ലായിരുന്നു. എടുവാണ് കൊടുവെട്ടാന സ്വഭാവം. ഈ സ്വഭാവം വെച്ച് ഇപ്പൊ കിടക്കില്ല. പ്രായത്തിന്റെ പ്രശ്നമാണ്. എടുവാണ് കൊടുവെട്ട് പറഞ്ഞാൽ എന്റെ ലീഡർക്ക് എന്നെ പറ്റി നന്നായി പറയാം. ഞാൻ എന്താ എന്റെ രീതി, ഞാൻ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുന്നില്ല എനിക്ക് സംസാരിക്കുന്നത്. പക്ഷേ എന്നോട് അദ്ദേഹം അവസാനം വേണ്ട ചിത്ര ദേശാണ്. എന്റെ യുവനക്കാരുടെ സ്വഭാവം പതിനേശേ മനുഷ്യന്മാരെ മാനേജ് ചെയ്യുന്ന പരിപാടിയാണ്. ഈ ദേഷ്യം പിടിച്ച ആൾക്കാർ കിടക്കില്ല എന്ന് പറഞ്ഞ് സാറാണ് അവസാനം ചീത്ത പറഞ്ഞത്. അതിന് അവരോട് കൂടി ഞാൻ നിർത്തി എന്ന് പറഞ്ഞാൽ മൈലിൽ പൈസയ്ക്ക് മുകളിൽ കിട്ടുന്ന എന്തൊക്കെയോ നേട്ടം എന്റെ ജീവിതത്തിൽ കിട്ടിയെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. 20 വർഷം എന്റെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് എന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ കാരണം ഈ മൈലീഫാണ്. അച്ഛനാണ് പഠിപ്പിച്ച കമ്പനിയാണ് മൈലീഫ്. എന്റെ പ്രായത്തിന്റെ കുറെ പ്രശ്നങ്ങളെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ മൈലീഫ് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് 30-ാം വയസ്സിൽ തന്നെ ഞാൻ കൊള്ളാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എത്തി. ഇന്ന് എനിക്ക് 34 വയസ്സായി. എന്തായാലും 2,10,000 കാറുകൾ വാങ്ങിച്ചെടുക്കാൻ ഞാൻ താമസിക്കാൻ ഫ്ലാറ്റ്സിലാണ്. അതേപോലെ തന്നെ എനിക്ക് എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ് ലൈഫിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കമ്പനി. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങളുടെ ഏകദേശം 10-16 കോടിയുടെ ഒരു ബിസിനസ് ഉണ്ട്. മാസം കൈ കിട്ടുന്നാലും മാസം 19 ലക്ഷം രൂപയുടെ കച്ചവടം എന്റെ ഓർഗനൈസേഷൻ ടീമായിട്ട് നടക്കുന്നുണ്ട്. 200-ലധികം ലീഡർമാരെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും എന്റെ കഴിവിലെ +2 കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്റെ വൈഫിന്റെ ചോദിച്ചോട് പറഞ്ഞത് അക്കൗണ്ടൻസും ബിസിനസ് ഇംഗ്ലീഷും ഞാൻ തോന്നുന്നത് ആകെ 3 വിഷയം ചേച്ചി എന്നെ സ്കൂളിൽ പൊറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്താക്കിയതാണ്. ഈ പരീക്ഷ വന്നതാണ്. ഇന്ന് ഞാൻ പരാജയപ്പെടുന്ന അക്കൗണ്ടൻസും ബിസിനസും ഇംഗ്ലീഷിലാണ്. പക്ഷെ 2ാം തീയതി ഇംഗ്ലീഷ് എങ്കിലും കിട്ടി. അക്കൗണ്ടൻസും ബിസിനസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ജീവിതത്തിൽ വിജയിച്ചത് അക്കൗണ്ടൻസും ബിസിനസ്സിലാണ്. അതൊക്കെ ഫയറിന്റെ പവറാണ്. അത് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി 17-ാം വയസ്സിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി. അതേ 23 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു മാനേജ്മെന്റിനോടൊപ്പം നമ്മൾ നിൽക്കുന്നത്. ഒരു തർക്കമില്ല, നിങ്ങൾക്ക് നഷ്ടമില്ലല്ലോ. ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് ഇത് ആവശ്യമുണ്ടോ ഇല്ല. 2ാമത്തെ കാര്യം, ഇത് ആവശ്യമുള്ള ഒരു മാർക്കറ്റിലുണ്ട്. എന്നെ പോലത്തെ എന്തും ചെയ്യാൻ തയ്യാറ്, ആളെ കൊല്ലം വരെ തയ്യാറായ ഒരു മാർക്കറ്റിലുണ്ട്. അത്തരം കഞ്ചാവും മയക്കുമരുന്നൊക്കെ വിൽക്കാൻ തയ്യാറായ പിള്ളേർ കൊടുക്കുന്നത്. അവരൊക്കെ മാറ്റി ഇതിലേക്ക് കൊണ്ടുവന്ന കുറെ സാധാരണക്കാര് അസാധാരണക്കാരനായി. ഞാൻ പറഞ്ഞല്ലോ, എന്റെ 1 വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയ എന്റെ അച്ഛനെ ഈ ബിസിനസ് കാരണം എന്റെ അച്ഛൻ തിരിച്ചു കൂട്ടി കൊണ്ടുപോകുന്നു. ഞാൻ അച്ഛനും അമ്മയും മക്കളെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാലഘട്ടം മൈലേജിൽ കിട്ടുന്നു. ഞാൻ പറയട്ടെ, വരുമാനത്തിന്റെ സന്തോഷം മറ്റെന്തൊക്കെയോ നേട്ടം എനിക്ക് ഈ കമ്പനി ട്രെയിനിങ്ങിലൂടെ കിട്ടി എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുന്നത്. അതൊരു സ്കിൽ തന്നെയാണ്, ആണല്ലോ. ഇതിനൊക്കെ സഹായിച്ച കമ്പനി മാനേജ്. അതൊന്നും പറയണ്ട, ആക്കാൻ നോക്കുക, ഏർപ്പാടൊന്നും വേണ്ട. പറ്റെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഒരു പുതിയ അറിവില്ല, കോട്ടെ ചെയ്യണ്ട. ശരിയാണെങ്കിൽ ഉറച്ച തീരുമാനം പോയിക്കോളെ. യെസ് ഓർ നോ തീരുമാനം എടുക്കാനാണ് ബുദ്ധിമുട്ട്. അത് ഇന്ന് എടുത്തേക്കുക, നഷ്ടമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും തീരുമാനം എടുത്തുകൊണ്ട് ബിസിനസ് ശക്തമായി ചെയ്യാൻ, സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ